സാർ. ഒരിക്കലുമില്ല. ഹോട്ടൽ ജോലിക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അബദ്ധം പറ്റിയത് എനിക്കാണ്. ഞാൻ പുറത്തു പോകുമ്പോ മുറി പൂട്ടിയിരുന്നില്ല. ആനന്ദ്, ഞാൻ ശീഘ്രം അങ്ങ് വരല. വേണ്ട, വരണ്ട സാർ. നാളെ രാവിലെ കാണാം. അല്ല, കാലയിലെ ഫ്ലൈറ്റിന് ഷാനന്ദിന് ഹൈദരാബാദിന് പോകണ്ടേ? അതിപ്പോ എന്ത് ചെയ്യാൻ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ വാക്ക് ലംഘിക്കേണ്ടി വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പറ്റി എന്ത് വിചാരിക്കുമോ എന്തോ. സാരമില്ല, ഒരു ടെലിഗ്രാം അടിച്ചു കളയും അല്ലേ സാറേ? அது வேண்டாம் மிஸ் ஆனந்த். நான் வந்ததுக்கு அப்புறம் டிசைட் பண்ணலாம். വേണ്ട സാർ, പ്ലീസ്. ഈ രാത്രിയിൽ സാർ ഇങ്ങോട്ട് വരണ്ട. நோ, யூ ப்ளீஸ் வெயிட் ஃபார் மீ மிஸ் ஆனந்த். நான் வரேன். എന്താച്ചാ ആനന്ദേട്ടൻ എന്താ പറഞ്ഞേ? திருடிட்டாங்க ஏமாளி பசங்க. நம்ம ஹோட்டல்ல நம்ம முറിയില് ഇതുവരെ 6 ലക്ഷം പോச்சு. ആരുടെ? ആനന്ദിന്റെയോ? ஹலோ, புருஷோத்தமா பேசுறேன். இந்த நைட்டில் உங்களை கூப்பிடுறதுக்கு மன்னிச்சிருங்க. எனக்கு உங்களை அவசரமா பார்க்கணும். நான் அங்க வரேன். ஓகே. ചെല്ലയ്യാ, വണ്ടിയുടെ. നമസ്കാരം. എതിരൊന്നും ചൊല്ലക്കൂടാതെ. ഇത് 6 ലക്ഷം ഉണ്ട്. ഇത് വാങ്ങിത്താൻ തീരണം. ഹൈദരാബാദ് ഫംഗ്ഷന് നീங்க കണ്ടിപ്പോ പോണം. സാർ പ്ലീസ്, ഞാൻ ഇന്നുവരെ ആരോടും കടം മേടിച്ചിട്ടില്ല. എന്നാണത് ഇപ്പടിയല്ല? അപ്പോ நான் ആടുകിட்ட വാങ്ങില്ലേ? അല്ല, അത് ഒന്നും പേശ ഉക്കാർ ഉക്കാർ ഉക്കാർ. അയ്യോ അയ്യോ അയ്യോ, പെട്ടിയല്ല ഉൾട്ടാ പണിയാച്ചാ. കാശില്ലാത്തവന്റെ പെട്ടി ഉൾട്ടാ പോട്ടാ എന്താ സാർ? നീ കവലപ്പെടാ തമ്പി. ഞാൻ പോലീസിക്ക് ഫോൺ പണി. എന്നെ ഒന്നുമില്ല. എനിക്ക് പിന്നെ സാറ് പെട്ടെന്ന് പൊയ്ക്കോളൂ. പോലീസ് സാറിനെ സംശയിക്കണ്ട. എന്നെ എനിക്ക് സംശയിക്കണം? ആരെ സംശയിക്കും? അതാ പോലീസ്. ഏതായാലും സാറ് കഷ്ടപ്പെട്ട് രാത്രി കൊണ്ടുപോകുന്നല്ലേ. ഇരിക്കട്ടെ, ഹൈദരാബാദ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം അല്ലേ? കണ്ടിപ്പോ അറ്റൻഡ് പണ. ഇത് എൻ കടമൈ. എങ്കിൽ സാറ് പൊയ്ക്കോളൂ. എനിക്ക് ലേശം ധൃതിയുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ധാരാളം ഫോൺ കോൾസ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. വിഷ് യു എ ഹാപ്പി ജേർണി. താങ്ക് യു താങ്ക് യു. മുറി പൂട്ടിക്കോ. പൂട്ടാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതാണ് പണത്തിന്റെ ചൂണ്ടയിട്ട് പണം പിടിച്ചെടുക്കുന്ന പണി. പാറശാല, യു ആർ ഗ്രേറ്റ്. പോലീസ് പോരും. ടാക്സി ടാക്സി. പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ പോലാമാ? വണ്ടി ഷെட்டுக்கு പോരാ സാർ. ഞാനും വരട്ടെമാ? വേണ്ട സാർ.
വാട്ട് സർ? റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. പുരിയില്ല സാർ. ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ദോശ, പുട്ട്, കടല അങ്ങനൊന്നും വേണ്ട. ഈ മദാമ്മമാരെന്താ കഴിക്കുക, അത് കൊണ്ടുപോവാ. എനിക്ക് പുരിയില്ല സർ. ബ്രെഡ് ടോസ്റ്റ് ബുൾസൈ. യെസ് ഡ്രിങ്ക് ചെയ്തത് വേണമോ സർ? യെസ് യെസ്. ഓറഞ്ച് ജ്യൂസ്. യെസ്. ടീ ഓർ കോഫി? ടീ, കോഫി നോ. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ജ്യൂസ് എല്ലാം കൊണ്ടുപോവാ. താങ്ക് യു സർ. I'm sorry, uncle. I spoiled your dress. My goodness. Don't be angry, uncle. Shall I take it? I will wash it and bring. Okay? Okay. Then give it to me. Yes. Give it to me, uncle. Okay. Don't you get me? Okay. What okay? ഇത് വലിയ കുരിശായല്ലോ ഭഗവാനെ. അങ്കിൾ മലയാളിയാണോ? അതെ, മോള് മലയാളിയാണല്ലേ? അതെ. അങ്കിളിന് ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, പക്ഷെ ഞാൻ സംസാരിക്കില്ല. അതെന്താ? ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ്. ഇംഗ്ലീഷുകാരാണല്ലോ ഇന്ത്യ ഭരിച്ചത്, നമ്മളെ അടിമകളാക്കി. ആ വെറുപ്പാണ് എനിക്ക്. പക്ഷെ അങ്കിൾ എസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇംഗ്ലീഷ് ആണോ? പിന്നെ അത് മലയാളമാണോ? നീന, നീ കുസൃതി വല്ലതും ഒപ്പിച്ചോ? ഒപ്പിച്ചതല്ലേ ഡാഡി, അറിയാതെ പറ്റിപ്പോയതാ. പന്ത് വന്ന് ബോട്ടിൽ തട്ടിയപ്പോൾ അങ്കിളുടെ കുറച്ച് സ്പോയിലായി. ഓ സോറി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എപ്പോഴും വാൺ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാനാ, കുറുമ്പിച്ചിരി കൂടുതലാ. സോറി. ഏത് ഭാഷക്കാരനാണെന്ന് അറിയാതെ ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ആർ യു മലയാളി? യെസ് ഡാഡി, ബട്ട് അങ്കിൾ ഡസ് നോട്ട് ലൈക്ക് ഇംഗ്ലീഷ്. ഈസ് ഇറ്റ്? നോ. പിന്നെ ഞാൻ ചുമ്മാ കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ എവിടെയുമല്ല. ലോങ് ബാക്ക്. ഓ സോറി, ഇംഗ്ലീഷ് വേണ്ടല്ലോ. ഞങ്ങൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത പാർട്ടീസാ. എന്താ പേര്? എന്റെ പേര് സത്യവ്രതൻ. നീന? മാട്ടുങ്കൽ സത്യവ്രതൻ. ഞാൻ ഈ ഹോട്ടലും സ്ഥലവും വിലക്ക് വാങ്ങാൻ വന്ന. ആണോ അങ്കിൾ? ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അങ്കിൾ ഇത് വിലക്ക് വാങ്ങിച്ചാൽ നമുക്ക് എപ്പോഴും ഇവിടെ ഒന്ന് താമസിക്കാം, അല്ലേ ഡാഡി? ഷുവർ. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? അല്ലാതെ പറ്റുമോ? മുതലാളി സ്ഥലത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ താമസിക്കുക. ഞാൻ ആ പാർക്കിൽ കളിക്കാൻ പോട്ടെ ഡാഡി? ഓക്കെ. ദൂരെ എങ്ങും പോയി കളയരുത്. ഓക്കെ ഡാഡി. ഇവിടെ വന്നേ പിന്നെയാണ് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടു കിട്ടിയത്. കോടികളും ലക്ഷങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം, മനസ്സമാധാനമില്ലെങ്കിൽ? കോടികളോ? എവിടെ? ശരിയാണ്, ഈ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട്, പക്ഷെ മനസ്സമാധാനം ഇല്ല. എന്തു പറ്റി? അത് പിന്നെ പറയാം. നിങ്ങൾക്ക് എന്താ മനസ്സമാധാനം ഇല്ലാത്തത്? 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചു. ആൾമറ കെട്ടാത്ത കിണറായിരുന്നോ? അല്ല, അബദ്ധത്തിൽ പറ്റിയതാണ്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആര്? ഭാര്യ. അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഇനി നിങ്ങളെങ്കിലും വീഴാതെ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ഞാൻ വീണ് കഴിഞ്ഞു മിസ്റ്റർ സത്യവ്രതൻ. എപ്പോ? ഒരു മാറാരോഗത്തിന്റെ കിണറ്റിലാണ് ഞാൻ വീണത്. മനസ്സിലായില്ല. ബ്ലഡ് ക്യാൻസർ ആണ് എനിക്ക്. ഏത് നിമിഷവും മരിക്കാം. കൊച്ചിനെ അറിയിച്ചിട്ടില്ല. ഞാൻ പോയാ എന്റെ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ട് എന്റെ മകൾ വഴിയാധാരമാകുമോന്നാ എന്റെ ഭയം. തികച്ചും ന്യായമായ ഒരു ഭയമാണത്.